ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ രാവിലത്തെ കാപ്പി കാണിച്ചു തരാമേ എന്നാണ്. ഇന്ന് ഞാനൊരു കുറ്റിയിൽ എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് കുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് ഇത് ഗ്ലാസ്സിൽ വെച്ച് അവിക്കുന്നത്. അങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് അവിച്ച പുട്ടാണെന്ന്. ഇങ്ങനെ എടുത്ത് ഒരു പുട്ടെടുത്ത് വെച്ചു. പിന്നെ ഒരു മുട്ടയുണ്ട്. വാ എല്ലാവർക്കും കാപ്പി കുടിക്കാം. വയോ വയോ. അയ്യോ അഞ്ച് പത പഴമുണ്ട് പുട്ടിന്. കറി വെച്ചില്ല, ഞാൻ ഷുഗർ കൂടുതലല്ല എനിക്ക്, അതുകൊണ്ട് പഴം കഴിച്ചു വിടും കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് പഴം എടുക്കാത്ത. പച്ചപ്പഴം ഇല്ല, മറ്റേ ചെറിയ പഴം എനിക്ക് കഴിച്ചു വിടാം. അതുകൊണ്ട് ഇതിനെങ്ങനെ കഴിക്കാം, ചുമ്മാ കഴിക്കാം. ഷുഗറുള്ളവരങ്ങനൊക്കെ തന്നെ ചുമ്മാതെയും കഴിക്കാൻ ടേസ്റ്റായത്. ഇത് ഞാൻ റവ വറുത്തിട്ടിരുന്നത് കൊണ്ട് പുട്ടുണ്ടാക്കിയത് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു റവ വെച്ച്. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കണേ. അതുകൊണ്ടാണ് വീണ്ടും ഉണ്ടാക്കിയത്. റവ കട്ടിയില്ല, നല്ല സ്പോഞ്ച് പോലെ അരിപ്പുട്ട് പോലെ ഇരിക്കുന്നു കേട്ടോ. നമ്മൾ അരിപ്പുട്ടുണ്ടാക്കി കഴിക്കും പോലെ തന്നെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ തേങ്ങാപ്പാൽ വെച്ച് തേങ്ങ പിഴിഞ്ഞ് തേങ്ങയും കൂടെ ഇട്ട് തേങ്ങയുടെ പാലും തേങ്ങ എല്ലാം കൂടെ വെച്ച് വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വറുത്ത് ഞാൻ നേരത്തെ ഇട്ടിരുന്ന റവ ഇന്നാളുണ്ടാക്കാൻ. അപ്പോൾ ആ റവയാണ് ഞാൻ പുട്ടുണ്ടാക്കിയത് കേട്ടോ. ഒന്നുണ്ടാക്കി നോക്കണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പഴമില്ലൊന്നും തിന്നാൻ പറ്റുന്നുണ്ട്. പിന്നെ അസുഖം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. ടേസ്റ്റ് വഴിയൊന്നും തിന്നാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തിന്നുന്നത്. ഓക്കെ, എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഞാൻ വീണ്ടും വീണ്ടും പറയാം, സ്നേഹത്തോടെ ബായ് ബായ്. വീണ്ടും കാണാം, വീണ്ടും നാളെ ഉച്ചയ്ക്ക് കാണാം. ഉച്ചയ്ക്ക് കേട്ടോ.